ലാലേട്ടനല്ല, ഇവരല്ല, ആ പുറകിൽ നിൽക്കുന്നവരാണ് ഒരു താരം എന്ന് പറയുന്നത്. നിങ്ങൾ ആ പുറകിൽ നിൽക്കുന്ന ആളെ കണ്ടോ? അവനാണ് ഈ സിനിമയിലുള്ള എൻ്റെ എക്സ്പെക്ടേഷൻ കൂട്ടിയെന്നുള്ളൊരു കാര്യം ഞാൻ ലിറ്ററലി ഉറപ്പിച്ച് പറയാം. കാരണം അമ്മാതിരി സാധനമാണ് ഇവർ ഈ സിനിമയിൽ ഒരുക്കി വെച്ചേക്കുന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്കൊരു സീൻ കാണുന്ന സമയത്ത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. എന്താണെന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു സൈലന്റ് ആയിട്ട് വന്ന് വയലന്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മലൈക്കോട്ട വാലിബന്റെ ഇതുവരെ വന്നിരിക്കുന്ന പോസ്റ്റേഴ്സ് പറയുന്നത് പോസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നല്ലേ. ലൈക്ക് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരാളിങ്ങനെ പൊസിഷൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെയല്ല. ഇത് അതുക്ക് മേലെ സംഭവം ഇരിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയത്. ഇത് ഞാൻ ചുമ്മാ ഹൈപ്പ് കയറ്റാൻ വേണ്ടി പറഞ്ഞതല്ല. ഹൈപ്പ് കയറ്റുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇമാതിരി സാധനങ്ങൾ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് ഹൈപ്പ് കയറ്റരുത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മക്കളെ സഹിക്കാൻ പറ്റുക? കാരണം അമ്മാതിരി കിഡിലൻ പോസ്റ്റർ ഞാൻ ഈ അടുത്തിടെ ഇങ്ങനെ ഒരു പോസ്റ്റർ കണ്ടിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, ഈ കൊല്ലം ഞാൻ മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ ഇത്രയും നല്ല പോസ്റ്റേഴ്സുകൾ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിലൊന്നും നിൽക്കണില്ല. കാരണം ഓരോ പോസ്റ്ററിനകത്തും ഡീറ്റെയിൽസ് ഉണ്ട്. എന്നാൽ ഹിഡൻ ഡീറ്റെയിലിൻ്റെ അപ്പുറത്തോട്ട് കാണാൻ നല്ല രസമാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള കഥാപാത്രത്തിനെല്ലാം കാണാൻ വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ മീശയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ്കുലിനിറ്റി എന്നൊക്കെ കാണാൻ വരുന്നുണ്ട്. വേറെ ലെവല്. ആ ഒരു പഴയ ലാലേട്ടൻ്റെ ഒരു ഫീലിംഗ് എവിടെയോ കിട്ടുന്നു. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ തന്നെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു. കാരണം റിയൽ ആയിട്ടുള്ള രാമായണത്തിൻ്റെ കണക്ട് വെച്ചുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി വീഡിയോ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയണില്ല. മിഞ്ഞാന്ന് ആ ഒരു ഡീകോഡിങ് കഴിഞ്ഞ് ഇന്നലെ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഇവിടെ ലാലേട്ടൻ എന്ന് പറയുന്ന വലിയൊരാൾ നിൽക്കണ്ടെങ്കിലും എൻ്റെ കണ്ണ് ആദ്യം പോയത് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു രൂപവും ഭാവമൊക്കെ ആയിരുന്നു. ബാക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ സൂം ചെയ്ത് ഇങ്ങനെ കാണുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ബാഹുബലിയിലുള്ള കട്ടപ്പനയൊക്കെ ഓർമ്മ വന്നത്. കാരണം ഒരു യുദ്ധത്തിന്റെ സംഭവമൊക്കെ പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ബാഹുബലിയൊക്കെ തന്നെയാണല്ലേ. അവർ കൊടുത്തേക്കുന്ന ഏകദേശം ഒരു കോസ്റ്റ്യൂം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ക്യാരക്ടറിനെ കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റി, പഴയ കാലത്ത് നടക്കുന്ന ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റെഡ് കളർ ഇട്ടേക്കുന്ന കുറച്ച് ആൾക്കാർ നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഈ റെഡ് കാണുന്ന സമയത്ത് നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, പണ്ടത്തെ ബ്രിട്ടീഷുകാരെയാണ് ഇവിടെ നമുക്ക് കാണാൻ വരുന്നത്. പണ്ടത്തെ ബ്രിട്ടീഷുകാരും ഒരു പക്ഷേ ലാലേട്ടൻ്റെ കഥാപാത്രവുമായിട്ടുള്ള ഒരു യുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോരായിരിക്കാം നമുക്ക് ഇവിടെ കാണാൻ പറ്റാന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ലാലേട്ടൻ ഇവിടെ ഈ മണൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് തൊട്ട് ബാക്കിലായിട്ട് നിൽക്കുന്ന സാധനങ്ങളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഒരു പൊടി അന്തരീക്ഷമല്ലേ. എന്തോ കാര്യമായിട്ട് അങ്ങോട്ട് തകർത്തെറിഞ്ഞിട്ട് ഒരു ആനങ്ങ് മേഞ്ഞേക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കുറേ അധികം തൂണുകൾ വീണെടുക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇവിടെ വലിയ വലിയ കാളയുടെ മറ്റൊക്കെ രൂപം നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വെട്ടി മുറിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാർ ഒരു കോട്ടയുടെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ലാലേട്ടൻ എന്ന് പറയുന്നത് ഈ കോട്ടയുടെ ചുറ്റിനും കോട്ടയാണ്, അതിന്റെ നടുക്കായിട്ടാണ് ലാലേട്ടൻ നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. സോ ഒരു പക്ഷേ ഒരു ഗുസ്തിക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗുസ്തിക്കാരൻ വേഴ്സസ് അപ്പുറത്തും വളരെയധികം ഭീമാകാരനായിട്ട് ഒരു വ്യക്തി ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമാണ്. അതോ മറ്റൊരു മൃഗമായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ലാലേട്ടൻ ഇവിടെ ഫേസ് ചെയ്യാൻ പോകുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു പോസ്റ്റർ കാണുന്ന സമയത്താണ് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമായത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു വലിയൊരു മാസമായിട്ടുള്ള ഫിഗറിനെ കാണാൻ വരുന്നുണ്ട്. ഇവിടെ ലാലേട്ടൻ അത്ര അധികം സീനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടല്ല, കുറച്ചും കൂടി ചെറുപ്പമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. താഴെ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ഒരു ഗത പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ ഭീമാകാരനായിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കാണാൻ വരുന്നത്. നമ്മുടെ ആട് സിനിമയിലൊക്കെ വന്നേക്കുന്ന വില്ലനാണ് ഇത് എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഈ സാധനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡങ്കൽ സിനിമയിലൊക്കെ നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേര് എന്ന് പറയുന്നത് മുഗ്ദാർ എന്നാണ് പറയുക. മുഗ്ദാർ നിങ്ങളിതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കാണാനായിട്ട് പറ്റും. മുഗ്ദാർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത് ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ ഷോൾഡറിന്റെ ഭാഗത്തുള്ള സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ജിം ഫ്രീക്കുകളായിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഈ സാധനം കത്തും. പണ്ട് കാലത്ത് നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണലി യൂസ് ചെയ്ത് പോകുന്ന ഒരു ജിം എക്യുപ്മെന്റ് ആയിരുന്നു ഈ മുഗ്ദാർ എന്ന് പറയുന്നത്. എന്നാൽ ഈ സാധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരാന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് വന്നായിരുന്ന മലൈക്കോട്ട വാലിബന്റെ റൂമറുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയിക്കുന്ന ഒരു കാര്യമാണ്. മുഗ്ദാർ എന്ന് പറയുന്ന ഇന്ത്യൻ ട്രഡീഷണലി യൂസ് ചെയ്ത് പോകുന്നിരുന്ന ഈ ഒരു ജിം എക്യുപ്മെന്റ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്തുള്ള ഫയൽവാൻമാരായിരുന്നു. ഫയൽവാൻ എന്താണെന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഒരു ഗെറ്റപ്പ് മറ്റു കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ലുക്ക് വൈസ് ആണെങ്കിലും ആചാനവാഹമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണല്ലേ.
ഇദ്ദേഹത്തിന് ഈ ലുക്ക് മറ്റും കാണുന്ന സമയത്ത് ഒരു ഫയൽ വാൻ ആണോ ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പണ്ട് കാലത്തുള്ള ഫയൽ വാൻമാരെ കാണിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കൈകളിൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മുഗ്ദാർ എന്ന് പറയുന്ന ഈ വസ്തു എന്ന് പറയുന്നത്. കാണുന്ന പോലെയല്ല, ശരിക്കും ലാലേട്ടനേക്കാളും വലുപ്പമുണ്ട് ഈ മനുഷ്യന്. ഒരുപക്ഷെ ലാലേട്ടൻ ആ ഒരു സീനിനകത്ത് ഫേസ് ചെയ്യുന്ന ഇങ്ങനെയാണോ എന്നുള്ള കാര്യം പോലും പറയാൻ പറ്റില്ല. ലാലേട്ടന്റെ പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടറാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ ലാലേട്ടനുമായിട്ട് ഫേസ് ചെയ്യാൻ വരുന്ന എല്ലാ സിനിമകളിലും ഇദ്ദേഹം പക്കാ വില്ലനാണ്. ആ രീതിക്ക് ഒരു പക്കാ വില്ലനായിട്ട് വരാൻ പോകുന്ന ഒരു ക്യാരക്ടർ ആണെന്നുള്ളൊരു കാര്യം കൂടി പറയാൻ പറ്റില്ല. പക്ഷേ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാളൊരു സ്റ്റാഫും പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ടല്ലോ. ഒരാളൊരു മന്ത്രവടി പോലെ എന്തോ പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വടി മറ്റും കാണുന്ന സമയത്ത് പാമ്പിന്റെ സിമ്പിൾ കൊടുത്തിട്ടുള്ള, പാമ്പിനെ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റാഫാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചേക്കുന്നത്. ഒരുപക്ഷെ ഒരു ദുർമന്ത്രവാദി ആണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല. മന്ത്രതന്ത്രങ്ങൾ അറിയുന്ന ഒരാളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്ന് പറയുന്നത്. താഴെയായിട്ട് മറ്റു രണ്ട് ക്യാരക്ടേഴ്സിനെ കാണാൻ വരുന്നുണ്ട്. ആ പാട്ടിനകത്ത് കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിനെ കാണാൻ വരുന്നുണ്ട്. പിന്നെ മറ്റു രണ്ട് ക്യാരക്ടേഴ്സിനെ കൂടി കാണാൻ വരുന്നുണ്ട്. ഈ സെന്ററിൽ നിൽക്കുന്ന ക്യാരക്ടറിന്റെ ആ ഒരു ഡ്രസ്സിംഗ് ഒഴികെ ബാക്കി എല്ലാവരുടെയും ഡ്രസ്സിംഗ് അടക്കം എല്ലാം നല്ല രസമായിട്ടുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ലാലേട്ടൻ സീനായ സമയത്ത് സംഭവിച്ചേക്കുന്ന ഒരു സ്റ്റില്ലാണോ ഇതെന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ട ഒരു കാര്യമാണ്. മേ ബി ഈ സിനിമയിൽ നടക്കുന്ന റിയൽ ഷോട്ടിന്റെ തന്നെ ഒരു പോസ്റ്റർ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലിയോ സിനിമയിൽ നമ്മൾ കണ്ടേക്കുന്ന പോലെ റിയൽ വീഡിയോ എന്ന് എടുത്തേക്കുന്ന ഒരു ഷോട്ട് ആയിരിക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിന്റെ സ്കെയിലിനെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ ഇത്രയും ഗൂസ് ബംസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഷ്വലും ഒരു മ്യൂസിക്കും കാര്യങ്ങളും കൂടി വരുന്ന സമയത്ത് ലാലേട്ടൻ എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. വേറെ ലെവലിലോട്ട് പടം പോകുന്ന ഒരു കാര്യം ഉറപ്പാണ്. മലയാളത്തിൽ ഈ അടുത്തിടെ ഏതെങ്കിലും ഒരു സിനിമയുടെ പോസ്റ്റർ ഇത്രയും ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഏച്ചുകെട്ടുകളായിട്ട് പല പോസ്റ്റേഴ്സുകൾ വരുന്ന സമയത്തും ഇത്രയും നീറ്റായിട്ട് ഓരോ പോസ്റ്റേഴ്സിലും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഭയങ്കര ഹിഡൻ ഡീറ്റെയിൽസോട് കൂടിയിട്ട് വന്നേക്കുന്ന പോസ്റ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഡീകോഡ് ചെയ്യാനും ആസ് എ റിവ്യൂവർ എന്നുള്ള രീതിക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് എവിടെയൊക്കെ ഒരു പൊന്നിയിൻ സെൽവന്റെ പോസ്റ്ററിന്റെ ഒക്കെ ഒരു ഫീല് തോന്നി. ലൈക്ക് ആ കളർ ഗ്രേഡിംഗ് കൊണ്ടാണോ എന്നറിയില്ല, എവിടെയൊക്കെയോ ഇങ്ങനെ കണക്ട് ആയ പോലെ എനിക്ക് തോന്നി. 50 കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ, 50-60 കോടിയുടെ ഇടയിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളൊരു കാര്യമൊക്കെയായിരുന്നു മനസ്സിലാക്കാൻ പറ്റിയിരുന്നത്. ഏതാണ്ട് 15 കോടി രൂപയിൽ മേലെ ലാലേട്ടന്റെ മാത്രം റെമ്യൂണറേഷൻ ഉണ്ട്. ഈ സിനിമയുടെ റൈറ്റർ എന്ന് പറയുന്നത് ആമീൻ സിനിമയുടെ റൈറ്റർ ആണ്. സോ ഗംഭീരമായിട്ടുള്ള ഒരു റൈറ്റിംഗ് നമുക്ക് ഉള്ള സമയത്ത് തന്നെ, ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ വരുന്ന സമയത്ത് തന്നെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പോലും നല്ല രീതിക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തെന്നുള്ള കാര്യം എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ലാലേട്ടന്റെ ആ ഒരു കോസ്റ്റ്യൂം ഒക്കെ നല്ല രസമായിട്ടുണ്ട്. വാലിബന് പറ്റുന്ന ഒരു കോസ്റ്റ്യൂമായിട്ട് എനിക്ക് തോന്നി. ഈ 50 കോടി എന്ന് പറയുന്ന ഒരു ഫിഗറിലോട്ട് ഒരു സിനിമ എത്തുന്ന സമയത്ത് ഈ സിനിമ 50 കോടി ആയതുകൊണ്ട് സിനിമ വിജയിക്കുക എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ലാതെ തന്നെ പറയാൻ പറ്റും. കാരണം ഇവിടെ 100 കോടിയുടെ പടം വന്നു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ 100 കോടി അല്ലെങ്കിൽ 50 കോടി എന്ന് പറയുന്ന ഒരു സംഭവമല്ല. പക്ഷേ ഇതുവരെ തന്നേക്കുന്ന ഓരോ അപ്ഡേറ്റുകൾ കാണുന്ന സമയത്തും, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് വന്നേക്കുന്ന പോസ്റ്റർ, അത് ഞാൻ എടുത്തു പറയുന്നതാണ്. നിങ്ങൾ ഏത് ആളുടെ ഫാൻ ആണെങ്കിലും, മമ്മൂക്ക ഫാൻ ആണെങ്കിലും, ലാലേട്ട ഫാൻ ആണെങ്കിലും, ഏത് ആക്ടറിന്റെ ഫാൻ ആണെങ്കിലും നിങ്ങൾ ഈ പോസ്റ്ററിന്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ടാവുന്നൊരു കാര്യം എനിക്ക് തോന്നാണ്. ഒരു വാൾപേപ്പർ ആക്കാൻ പറ്റുന്ന രീതിക്ക് ഏതൊരു ലാലേട്ട ഫാൻ വാൾപേപ്പർ ആക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സംഭവമാണ്. അത്രയും മാസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇവിടെ കാണിച്ചേക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. എന്തായാലും സിനിമയുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഓരോ ദിവസം കഴിയുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ടീസർ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾക്ക് ഏതാണ്ട് തീരുമാനമാകും. സോ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലാലേട്ടൻ്റെ ഒരു അതിമാനുഷികമായിട്ടുള്ള ഒരു റെസ്ലർ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെയാണോ അതോ മറ്റെന്തെങ്കിലും കഥാപാത്രത്തിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് LJPയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാലേട്ടൻ മാജിക് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മാക്സിമം പേരിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ നാൾസ് ബാസ് സൈനിങ് ഔട്ട്. ബൈ.